വെൽക്കം ബാക്ക് സ്റ്റുഡൻസ്. KT എഞ്ചിനീയറിംഗ് ഗ്രാഫിക്സ് മൊഡ്യൂൾ 4 ആണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. മൊഡ്യൂൾ 3ലെ ക്വസ്റ്റ്യൻസ് എല്ലാം നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, നെക്സ്റ്റ് മൊഡ്യൂൾ 4 ആണ്. ഓക്കെ, ഫസ്റ്റ് നമുക്ക് മൊഡ്യൂൾ 4ൽ എന്തൊക്കെയാണ് പഠിക്കേണ്ടത്, എന്തൊക്കെയാണ് മൊഡ്യൂൾ 4 നോക്കാം. നമ്മളൊരു കഴിഞ്ഞ എക്സാമിൻ്റെ ടൈമിൽ ജസ്റ്റ് ഒന്ന് പറഞ്ഞിട്ടുള്ളതാണ് മൊഡ്യൂൾ 4ൽ എന്തൊക്കെയാണുള്ളത്. ഓക്കെ, ആ വീഡിയോ ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കാം. ഓക്കെ, അപ്പോൾ മൊഡ്യൂൾ 4ൽ നമുക്ക് ആകെയുള്ളത് 2 ടൈപ്പ് ഓഫ് ഡ്രോയിങ്സ് ആണ്. ഒന്ന് ഐസോമെട്രിക് വ്യൂ, ദെൻ ഐസോമെട്രിക് പ്രൊജക്ഷൻ. നമ്മൾ ക്ലാസിഫിക്കേഷനൊക്കെ പറഞ്ഞ സമയത്ത്, അതായത് പാരലൽ നോൺ പാരലൽ എന്ന് പറഞ്ഞ് മൊഡ്യൂൾ 1, അതായത് ഗ്രാഫിക്സിൻ്റെ തുടക്കത്തിൽ നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ് ക്ലാസിഫിക്കേഷൻസ്, പ്രൊജക്ഷൻസിൻ്റെ ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. അന്നേരം നമ്മളിതൊക്കെ പറഞ്ഞതാണ്. ഐസോമെട്രിക് പ്രൊജക്ഷനൊക്കെ നമ്മൾ അങ്ങനെ പറഞ്ഞായിരുന്നു. ഓക്കെ, എന്തായാലും നമുക്ക് എന്താണെന്ന് നോക്കാം. ഐസോമെട്രിക്കിൻ്റെ ക്ലാസിഫിക്കേഷനിൽ വരുന്നതാണ് ഐസോമെട്രിക് പ്രൊജക്ഷൻ. ഓക്കെ, ഇപ്പോൾ നമുക്ക് പഠിക്കാനുള്ള ഐസോമെട്രിക് വ്യൂ അല്ലെങ്കിൽ ഐസോമെട്രിക് പ്രൊജക്ഷൻ, രണ്ടിനെയും കൂടെ ചേർത്ത് നമ്മൾ ഐസോമെട്രിക് ഡ്രോയിങ്സ് എന്ന് പറയും. ഇപ്പോൾ മൊഡ്യൂൾ 4 എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ഐസോമെട്രിക് ഡ്രോയിങ്സ് ആണ്. 2 ടൈപ്പ് ഉണ്ട്, ഐസോമെട്രിക് വ്യൂ ഉണ്ട്, ഐസോമെട്രിക് പ്രൊജക്ഷൻ ഉണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഐസോമെട്രിക് വ്യൂ അല്ലെങ്കിൽ ഐസോമെട്രിക് പ്രൊജക്ഷൻ വരയ്ക്കുന്നതെന്ന് നോക്കുന്നതിന് മുമ്പ് എന്താണ് ഐസോമെട്രിക് വ്യൂ അല്ലെങ്കിൽ ഐസോമെട്രിക് പ്രൊജക്ഷൻ എന്നറിയണമല്ലോ. അതിനുവേണ്ടി നമുക്കൊരു ക്വസ്റ്റ്യൻ ചെയ്യാം. ഒരു മൊഡ്യൂൾ 2ലെ ക്വസ്റ്റ്യൻ ആണ്. മൊഡ്യൂൾ ചോദിച്ച് മൊഡ്യൂൾ 2 കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻസ് വേണമെങ്കിൽ പറയാം. ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ഡ്രോ ദ പ്രൊജക്ഷൻസ് ഓഫ് എ ക്യൂബ് ഓഫ് 30 mm long edges resting on HP on one of its corners with a solid diagonal parallel to HP and perpendicular to VP. ഇതാണ് ക്വസ്റ്റ്യൻ. അതായത് മൊഡ്യൂൾ 2ലെ നമുക്കറിയാം ചേഞ്ച് ഓഫ് പൊസിഷൻ മെത്തേഡ് വെച്ച് വരയ്ക്കുന്ന കൈൻഡ് ഓഫ് ഒരു ക്വസ്റ്റ്യൻ തന്നെയാണിതും. ഒരു ക്യൂബിൻ്റെ പ്രൊജക്ഷൻ 30 mm ലോങ് എഡ്ജസ് ഉള്ള ഒരു ക്യൂബിൻ്റെ പ്രൊജക്ഷൻ HP റെസ്റ്റ് ചെയ്യാണ്, ഒരു കോർണറിലാണ് റെസ്റ്റ് ചെയ്യുന്നത്. വിത്ത് സോളിഡ് ഡയഗണൽ പാരലൽ ടു HP ആൻഡ് പെർപെൻഡിക്കുലർ ടു VP. ഇതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ നേരെ നമുക്ക് ചേഞ്ച് ഓഫ് പൊസിഷൻ മെത്തേഡ് വെച്ച് അതെങ്ങനെയാണെന്ന് വേഗം ഒന്ന് സോൾവ് ചെയ്ത് നോക്കാം. എന്നിട്ട് നമുക്ക് എന്താണ് ഐസോമെട്രിക് പ്രൊജക്ഷൻ, ഐസോമെട്രിക് വ്യൂ എന്ന് പറയുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. അപ്പോൾ കുറച്ചുകൂടെ ഒരു ഐഡിയ കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ക്വസ്റ്റ്യൻ വേഗം ഒന്ന് സോൾവ് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ ചേഞ്ച് ഓഫ് പൊസിഷൻ മെത്തേഡാണെന്ന് പറഞ്ഞു. ഫസ്റ്റ് ബേസ് ഫിയർ ക്യൂബാന്ന് പറയാം, 30 mm ആണ് സൈഡ്, റെസ്റ്റിംഗ് ഓൺ HP ഓൺ വൺ ഓഫ് ഇറ്റ്സ് കോർണേഴ്സ് ആണ്. അത് വെച്ചിട്ട് നമുക്ക് ഡയറക്റ്റ്ലി നമുക്ക് ബേസ് ഫിയർ ഫിക്സ് ചെയ്യാം. ബേസ് ഫിയർ ഫിക്സ് ചെയ്യാനുള്ള കണ്ടീഷനൊക്കെ ആയി. ചേഞ്ച് ഓഫ് പൊസിഷൻ മെത്തേഡ് നമ്മളെപ്പോഴും വരയ്ക്കും. ഫസ്റ്റ് ചെയ്യുന്നത് ബേസ് ഫിയർ ഫിക്സ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, നമുക്ക് ബേസ് ഫിയർ ഫിക്സ് ചെയ്യാം. കുറച്ചുകൂടെ മുകളിൽ വരയ്ക്കാം. അല്ലെങ്കിൽ തന്നെ വെച്ച് കംപ്ലീറ്റ് ചെയ്യാം. 25 mm അല്ലേ ഉള്ളൂ. ഇനി നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ നോക്കാം. ഓക്കെ, 25 mm ബേസുള്ള ക്യൂബ് കോർണറിൽ റെസ്റ്റ് ചെയ്യുന്നു. കോർണറിൽ റെസ്റ്റ് ചെയ്യാന്ന് പറയുമ്പോഴത്തേക്കും കോർണർ റൈറ്റ് സൈഡ് വരുന്ന രീതിയിൽ വേണം ഫിഗർ കംപ്ലീറ്റ് ചെയ്യാനായിട്ട്. ഒരു പോയിൻ്റ് എടുത്ത് 45 ഡിഗ്രി എടുത്ത് വരയ്ക്കുമ്പോഴാണ് കോർണറിൽ റെസ്റ്റ് ചെയ്യുക. നേരത്തെ ചെയ്തിട്ടുള്ളതാണ്, നമ്മൾ വേഗം പറഞ്ഞു പോകും. ഓക്കെ, സൈഡ് എന്ന് പറയുന്നത് 30 mm ആണ് സൈഡ്. ഇത് 90 ഡിഗ്രി വേണം എടുക്കാൻ. നമ്മൾ എളുപ്പത്തിന് വേണ്ടി ഏകദേശം 90 എന്നുള്ള രീതിയിൽ എടുത്ത് പോവുകയാണ്. ക്യൂബാണ് റെസ്റ്റ് ചെയ്യേണ്ടത്, കോർണറിൽ റെസ്റ്റ് ചെയ്യുന്ന ഒരു ക്യൂബ്. ഓക്കെ, കോർണറിൽ റെസ്റ്റ് ചെയ്യുന്ന ഒരു ക്യൂബിൻ്റെ ടോപ്പ് വരച്ചു. നേരെ ഫ്രണ്ടിലേക്ക് പോകാം. ക്യൂബാണ്, അപ്പോൾ അതിൻ്റെ ഹൈറ്റും 30 mm തന്നെയാണ്. ആക്സിസ് ആയിട്ടോ ലൈനായിട്ടോ മാർക്ക് ചെയ്യാം.
ഓക്കെ, അപ്പോൾ ബേസ് ഫിഗർ വരച്ച് കംപ്ലീറ്റ് ചെയ്തു. കോർണറിൽ റെസ്റ്റ് ചെയ്യുന്ന ഒരു ക്യൂബിൻ്റെ ഫ്രണ്ട് വ്യൂ ടോപ്പ് വ്യൂ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, ഫ്രണ്ട് വ്യൂ ടോപ്പ് വ്യൂ കംപ്ലീറ്റ് ചെയ്യും. നമുക്ക് ഫസ്റ്റ് ഇൻക്ലിനേഷൻ എച്ച് പിയിലാണ് റെസ്റ്റ് ചെയ്യുന്നത് വരയ്ക്കേണ്ടത്. എച്ച് പിയുടെ ഇൻക്ലിനേഷനാണ് ആദ്യം വരയ്ക്കേണ്ടത്. എച്ച് പിയുടെ ഇൻക്ലിനേഷൻ്റെ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ സോളിഡ് ഡയഗണൽ പാരലൽ ടു എച്ച് പി. അപ്പം അതിന് നമുക്ക് സോളിഡ് ഡയഗണൽ ഏതാണെന്ന് നോക്കണം. സോളിഡ് ഡയഗണൽ എന്ന് പറഞ്ഞാലൊന്നുമില്ല, ഒന്നെങ്കിൽ എയും ആറും തമ്മിൽ ജോയിൻ ചെയ്യുന്നത്, അല്ലെങ്കിൽ പിയും സിയും തമ്മിൽ ജോയിൻ ചെയ്യുന്ന ഡയഗണലാണ് സോളിഡ് ഡയഗണൽ എന്ന് പറയാം. അതായത് ഇവിടെ നോക്കുകയാണെങ്കിൽ ഈ എയും ആറും നമ്മൾ ക്യൂബ് എടുക്കുകയാണ്. ഈ ക്യൂബ് എന്ന് പറയുമ്പോൾ ഒരു ക്യൂബ് എന്ന് പറഞ്ഞാൽ ഏകദേശം ദൂരമായിരിക്കും ക്യൂബ് ഇരിക്കുക. ഈ ഒരു ഡയമെൻഷനാണ് ക്യൂബ്. അതായത് ക്യൂബിൻ്റെ ബോഡി ഡയഗണൽ എന്ന് പറയുമ്പോൾ ഈ പോയിന്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്താൽ ഓപ്പോസിറ്റ്. നമ്മൾ നേരത്തെ ഡയമെട്രിക്കലി ഓപ്പോസിറ്റ് കോർണർ എന്നൊക്കെ പറഞ്ഞായിരുന്നു ഒരു ക്വസ്റ്റ്യനിൽ. ഓക്കെ, ആ സെയിം കണ്ടീഷനാണ് ബോഡി ഡയഗണൽ അല്ലെങ്കിൽ സോളിഡ് ഡയഗണൽ എന്നൊക്കെ പറഞ്ഞാൽ. നോർമൽ ഡയഗണൽ എന്ന് പറഞ്ഞാൽ ഇവിടം തൊട്ട് ഇവിടം വരെ, അല്ലെങ്കിൽ ഇവിടം തൊട്ട് ഇവിടം വരെ. ഇതാണ് നോർമൽ ഡയഗണൽസ്. ബോഡി ഡയഗണൽ എന്ന് പറയുമ്പോൾ ഇവിടം തൊട്ട് ഇതിൻ്റെ ഓപ്പോസിറ്റ് കോർണർ, അതായത് താഴത്തെ ബേസിൻ്റെ ഓപ്പോസിറ്റ് കോർണറിലേക്ക്, അതായത് ഇവിടം തൊട്ട് ഇവിടം വരെയുള്ള ലൈനാണ് ബോഡി ഡയഗണൽ എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ നമുക്ക് വേണമെങ്കിൽ രണ്ട് ബോഡി ഡയഗണൽസ് എടുക്കാം. കണ്ടീഷൻ ഒന്നും പറഞ്ഞിട്ടില്ല. ഒന്നെങ്കിൽ AR എന്ന് പറഞ്ഞൊരു ബോഡി ഡയഗണൽ എടുക്കുക, അല്ലെങ്കിൽ PC എന്നുള്ളൊരു ബോഡി ഡയഗണൽ എടുക്കാം. നമ്മൾ തൽക്കാലം AR എന്നുള്ളത് ഏതെടുത്താലും കുഴപ്പമില്ല, AR എന്നുള്ളൊരു ബോഡി ഡയഗണലാണ് എടുക്കുന്നത്. ഓക്കെ, അടുത്ത ഇൻക്ലിനേഷൻ വരുമ്പം ഈ AR എന്നുള്ള ബോഡി ഡയഗണൽ HP ക്ക് പാരലായിട്ട് വരണം. അതായത് AR നേരെ HP ക്ക് പാരലായിട്ട് വരുമ്പോൾ വേണം. ഓക്കെ, AR എടുക്കാൻ പറ്റില്ല, കാരണം നമുക്ക് ഇവിടെ ആറിലാണ് റെസ്റ്റ് ചെയ്യുന്നത്. ഇപ്പോൾ നമുക്ക് AR എടുത്ത് ശരിയാവില്ല. നമ്മൾ റൈറ്റിലേക്കാണല്ലോ ഇൻക്ലിനേഷൻ കൊടുക്കുക. അപ്പോൾ ഇത് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ലെഫ്റ്റിലേക്ക് ഇൻക്ലിനേഷൻ കൊടുക്കേണ്ടി വരും. ഓക്കെ, അപ്പം AR എടുക്കേണ്ട, നമുക്ക് അതിന് പകരം PC എന്നുള്ളൊരു ബോഡി ഡയഗണൽ എടുക്കുക. കാരണം AR എടുത്തുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ ആറിൽ തന്നെ റെസ്റ്റ് ചെയ്യണം. അപ്പോൾ ഒരിക്കലും നമുക്കിത് പാരലൽ ടു HP ആക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ നമുക്ക് Pയിൽ റെസ്റ്റ് ചെയ്യിച്ചുകൊണ്ട് ലെഫ്റ്റിലേക്ക് ചരിച്ചിട്ടുണ്ടെങ്കിൽ മാത്രമേ AR പാരലും Pയിൽ റെസ്റ്റ് ചെയ്യുന്നതിലും വരും. നമ്മൾ നോർമലി ചെയ്യാറുള്ളത് റൈറ്റിലേക്കാണ് ചെയ്യാറുള്ളത്. അപ്പോൾ നമ്മൾ PC എടുക്കുന്നതാണ് കറക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ PC എടുത്തു കഴിഞ്ഞാൽ ഇവിടെ നേരെ റൈറ്റിലേക്ക് ടിൽറ്റ് ചെയ്താൽ 6 XY ലൈനിൽ ഇരിക്കുകയും ചെയ്യും, PC പാരലായിട്ട് ഇരിക്കുകയും ചെയ്യണം. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടി ഈ PC നമുക്ക് പാരലായിട്ട് വരുകയും വേണം, 6 എന്നുള്ളത് XY ലൈനിൽ ടച്ച് ചെയ്തിരിക്കുകയും വേണം. കാരണം കോർണറിലാണ് റെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ 6 എന്തായാലും XY ലൈനിൽ വേണം. ഓക്കെ, അതിന് വേണ്ടി നമുക്ക് ഈ ലൈനെടുത്ത് പാരലിൽ വരച്ചാൽ 6 ഇവിടെ ടച്ച് ചെയ്യണമെന്നില്ല. അത് കറക്റ്റ് വരയ്ക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അതിനുവേണ്ടി നമ്മൾ ചെയ്യുന്നത്, നമുക്ക് 6ൽ നിന്നൊരു പെർപെൻഡിക്കുലർ വരയ്ക്കാം. അതായത് 6ൽ നിന്ന് PCയിലേക്ക് ഒരു 90 ഡിഗ്രി ലൈൻ വരയ്ക്കുക. നമ്മൾ ജസ്റ്റ് റെഫറൻസിന് വേണ്ടി വരയ്ക്കുന്ന ലൈനാണ് 90 ഡിഗ്രി. ഓക്കെ, 90 ഡിഗ്രി ഒരു ലൈൻ വരച്ചു. അതായത് നമുക്ക് വേണ്ടത് PC എന്നുള്ള XY ലൈന് പാരലായിരിക്കണം. അത് കണ്ടീഷൻ എടുത്ത് വരച്ച് കഴിഞ്ഞാൽ ഒരിക്കലും 6 HP അല്ലെങ്കിൽ XY ലൈനിൽ റെസ്റ്റ് ചെയ്യില്ല. അത് രണ്ടോട് ചെയ്യിക്കാൻ വേണ്ടിയാണ് നമ്മളിങ്ങനെ ചെയ്തത്. അപ്പോൾ PC പാരലൽ ടു XY ലൈൻ ആകുമ്പോൾ ഈ ബോഡി ഈ പെർപെൻഡിക്കുലർ വരച്ചത് എങ്ങനെ ആയിരിക്കണം? പെർപെൻഡിക്കുലർ ടു XY ലൈൻ ആയിരിക്കണം. ഡൗട്ടില്ലല്ലോ. അതായത് ഈ PC പാരലാകുമ്പോൾ ഡെഫിനറ്റ്ലി ഇതെന്തായിരിക്കണം? പെർപെൻഡിക്കുലർ ടു XY ലൈൻ ആയിരിക്കണം. അപ്പം ഈ 6 ഇവിടെ ഫിക്സ് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് ഈ പെർപെൻഡിക്കുലർ ലെങ്ത് എടുത്തു കഴിഞ്ഞാൽ PC പാരലായിട്ട് വരയ്ക്കാൻ പറ്റും. എങ്ങനെയാണെന്ന് നോക്കാം. അതായത് PC പാരലായിട്ട് വരികയും വേണം, 6 XY ലൈനിൽ ടച്ച് ചെയ്യാൻ വേണം. അതിന് വേണ്ടി ജസ്റ്റ് ഒരു കൺസ്ട്രക്ഷനാണ് ഒരു 90 ഡിഗ്രി ലൈൻ വരച്ചത്. നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും വരയ്ക്കാം. ഒരു മെത്തേഡാണ് ഈ പറഞ്ഞത്. ഓക്കെ, അല്ലെങ്കിൽ ട്രയൽ വെച്ചിട്ട് PC വരച്ച് പാരൽ ലൈൻ വരച്ച് 6 ഇവിടെ വരുന്ന രീതിയിൽ എടുത്താലും കുഴപ്പമില്ല. ഓക്കെ, ജസ്റ്റ് ഒരു മെത്തേഡാണ്. എങ്ങനെയാണ് ഈ വരയ്ക്കുക നോക്കാം. ഇതുകൊണ്ട് എന്താണ് ഗുണം എന്നുള്ളത് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് ചെയ്യാൻ വരുന്നത് PCയുടെ ലെങ്ത് എടുക്കാം. PC എന്ന് പറഞ്ഞാൽ നമുക്ക് ഏകദേശം 25 mm ആണ് PC കിട്ടിയിരിക്കുന്നത്. നമുക്കറിയാം, PC അല്ല, ഈ പെർപെൻഡിക്കുലർ XY ലൈന് പെർപെൻഡിക്കുലർ ആക്കുക. ആ പെർപെൻഡിക്കുലർ നേരെ നമ്മൾ XY ലൈന്
പെർപെൻഡിക്കുലറായിട്ട് വരച്ചു. ദെൻ ഈ പോയിൻ്റാണ് നമുക്ക് വേണ്ട R1'. ഓക്കെ, ഇതിന് വേണമെങ്കിൽ ഒരു പേര് കൊടുക്കാം, പേര് കൊടുത്താലും പ്രശ്നമൊന്നുമില്ല. ഓക്കെ, ദെൻ പി സി എന്നുള്ളത് നമുക്കറിയാം ഈ ലൈന് പെർപെൻഡിക്കുലറായിട്ടും എക്സ് ലൈന് പാരലായിട്ടാണ് പി സി വരിക. പി സിയുടെ ലെങ്ത് നമുക്ക് നോക്കാം. പി സിയുടെ ലെങ്ത് 5.2 ആണ് വരുന്നത്. 5.1 വരുന്നത് അത് ഈ ഒരു ലെങ്ത് ഉള്ളത് മതി. അല്ലെങ്കിൽ നമുക്ക് വേണമെങ്കിൽ കോമ്പസ് മാർക്ക് ചെയ്യുന്നതായിരിക്കും കുറച്ച് വേണം. നമ്മൾ പാരലായിട്ടൊരു ലൈൻ അങ്ങ് മാർക്ക് ചെയ്യുക. ദെൻ കോമ്പസ് ഡിസ്റ്റൻസ് എടുത്ത് മാർക്ക് ചെയ്യാം നമുക്ക്. ഈ ലെങ്ത് കോമ്പസിലെടുത്ത് ഇവിടെ കട്ട് ചെയ്യാം. അതുപോലെ ഇവിടെ മാർക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് വേണ്ട ബോഡി ഡയഗണൽ പാരലൽ ടു HP എന്നുള്ള കണ്ടീഷനിൽ ബോഡി ഡയഗണലായി. ഇനി ഈ പോയിന്റ് എന്ന് പറയുന്നത് C1' ആയിരിക്കും. ഈ പോയിന്റ് P1' ആയിരിക്കും. ഓക്കെ, ഇനി C1 R1 ജോയിൻ ചെയ്യാം. ഇനി ബാക്കി ഈ ഒരു കംപ്ലീറ്റ് സോളിനെ ഈ ഒരു ലൈനിലേക്ക് ഇൻക്ലൈൻ ചെയ്ത് വരയ്ക്കണം. അതിന് വേണ്ടി നമുക്ക് വേണമെങ്കിൽ ലെങ്ത് തന്നെ മെഷർ ചെയ്ത് വരയ്ക്കാം. PC നമ്മുടെ കയ്യിലുണ്ട്, C എന്നുള്ള പോയിന്റ് ഉണ്ട്. ഇത് ലൊക്കേറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് ആ ഒരു സോൾഡ് കംപ്ലീറ്റ് പോയിന്റ്സ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഈ ഒരു കണ്ടീഷൻ കറക്റ്റ് കിട്ടാൻ വേണ്ടി മാത്രമാണ് നമ്മൾ ഈ ഒരു ഡയഗണൽ നമ്മളിവിടെ യൂസ് ചെയ്തത്. സോറി, ഡയഗണൽ അല്ല, പെർപെൻഡിക്കുലർ യൂസ് ചെയ്തത്. ഈ പോയിന്റ് എന്ന് പറയുന്നത് A1'. കാരണം ആ ഒരു പെർപെൻഡിക്കുലർ വരച്ചുകൊണ്ട് നമുക്ക് രണ്ട് കണ്ടീഷന് സാറ്റിസ്ഫൈഡ് ആയി. അതായത് ബോഡി ഡയഗണൽ പാരലൽ ടു HP ആവുകയും ചെയ്തു, സെയിം കോർണറിൽ തന്നെ റെസ്റ്റ് ചെയ്യുകയും ചെയ്തു. അതാണ് നമുക്ക് വേണ്ടത്. രണ്ടുകൂടെ സാറ്റിസ്ഫൈ ചെയ്യാനുള്ളൊരു മെത്തേഡായിരുന്നു. ആ പെർപെൻഡിക്കുലർ വരച്ചിട്ട് PC പാരലൽ ടു XY ലൈൻ ആക്കുന്നതിന് പകരം ഈ പെർപെൻഡിക്കുലർ XY ലൈൻ ആക്കി കറസ്പോണ്ടിങ് ഡിസ്റ്റൻസ് എടുത്ത് വരയ്ക്കുക എന്നുള്ളത്. ഞാൻ പറഞ്ഞു ഏത് മെത്തേഡ് വേണമെങ്കിലും നിങ്ങൾക്ക് അഡോപ്റ്റ് ചെയ്യാം, ഒരു പ്രശ്നമില്ല. ഈ രണ്ട് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യാം. ബോഡി ഡയഗണൽ പാരലൽ ടു XY ലൈൻ ആയിരിക്കണം, ആറിൽ തന്നെ റെസ്റ്റ് ചെയ്യുകയും വേണം. ഓക്കെ, അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഇൻക്ലിനേഷൻ്റെ ഫ്രണ്ട് കംപ്ലീറ്റ് നേരെ ടോപ്പ് വരയ്ക്കാം. ഇതൊക്കെ നമ്മൾ ഓൾറെഡി സെക്കൻഡ് മോഡലിൽ പറഞ്ഞ ഏതൊക്കെ എങ്ങനെയാണ് വരയ്ക്കേണ്ടതെന്നുള്ളത്. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് അല്ല, കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻസ് സെക്കൻഡ് മോഡലിൽ ഇതുവരെ ചോദിച്ചു കണ്ടിട്ടില്ല, പക്ഷേ സെക്കൻഡ് മോഡലിൽ ക്വസ്റ്റ്യൻ തന്നെയാണ്. ഡെഫിനറ്റ്ലി വേണമെങ്കിൽ ക്വസ്റ്റ്യൻ ടഫാക്കണമെന്നുണ്ടെങ്കിൽ ചോദിക്കാവുന്നേ ഉള്ളൂ. നമുക്ക് ഓരോ പോയിന്റ്സ് മാർക്ക് ചെയ്യാം. A1, P1, C1, R1, then Q and B. Q1, B1, then DS നോക്കുമ്പോഴത്തേക്കും വേണ്ട പോയിന്റ്സ് എല്ലായി. ഇനി വിസിബിൾ എന്ന് പറഞ്ഞാൽ ABCD എന്നുള്ള ബേസ് വിസിബിൾ ആയിരിക്കും. അപ്പോൾ ABCDയിലെ
കംപ്ലീറ്റ് പോയിന്റ്സ് നമുക്ക് ഡാർക്കായിട്ട് തന്നെ മാർക്ക് ചെയ്യാം. ഔട്ട്ലൈൻ എപ്പോഴും വിസിബിൾ ആയിരിക്കും. സോ ഔട്ട്ലൈനും ഡാർക്കായിട്ട് മാർക്ക് ചെയ്യാം. ദെൻ അപ്പുറത്തെ ബേസ് വിസിബിൾ ആയിരിക്കില്ല. ബേസിലെ പോയിന്റ്സ് ഡോട്ടഡ് ആക്കാം. ദെൻ ഈ ഒരു ലൈൻ എ സി എന്നുള്ള ലൈൻ വിസിബിൾ ആയിരിക്കണം. മുകളിലെ ലൈനാണ്, എ സി അല്ല. ദെൻ എന്താ എ പി. ഓക്കെ, പി എന്നുള്ള ലൈൻ വിസിബിൾ ആയിരിക്കും. പിന്നെ ഇവിടെ ഡോട്ടഡ് ലൈൻ ഉണ്ട്, വേണമെങ്കിൽ മാർക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതായിരിക്കും ഫസ്റ്റ് ഇൻക്ലിനേഷൻ്റെ അല്ലെങ്കിൽ ഓക്കെ ടോപ്പ് വരിക. ഫസ്റ്റ് ഇൻക്ലിനേഷൻ ടോപ്പ് എന്ന് പറഞ്ഞാൽ ഈ രീതിയിലായിരിക്കും ടോപ്പ് വരിക. ദെൻ നമുക്ക് അടുത്ത കണ്ടീഷൻ, ഫസ്റ്റ് നമ്മൾ അപ്ലൈ ചെയ്ത കണ്ടീഷൻ ബോഡി ഡയഗണൽ പാരലൽ ടു എച്ച് പി എന്നുള്ളതാണ്. ദെൻ അടുത്ത കണ്ടീഷൻ എന്ന് പറയുമ്പോൾ ബോഡി ഡയഗണൽ പെർപെൻഡിക്കുലർ ടു വി പി, ഇതാണ് കണ്ടീഷൻ. ഓക്കെ, ഇപ്പോൾ നമുക്കിവിടെ ടോപ്പിലെ ബോഡി ഡയഗണൽ എവിടെ നോക്കാം? പി സി ആണ് ബോഡി ഡയഗണൽ, പി എന്നുള്ള പോയിന്റ് ഇവിടെയാണ് സി. ഇപ്പോൾ ഈ ഒരു ലോങ് ലൈൻ ഇതാണ് ബോഡി ഡയഗണൽ. ഈ ബോഡി ഡയഗണലിന് പെർപെൻഡിക്കുലർ ടു വി പി ആയിട്ട് വരണം. വി പിക്ക് പെർപെൻഡിക്കുലറായിട്ട് ഈ ഒരു സോൾഡ് വരയ്ക്കണം. അപ്പോൾ നമുക്ക് നേരെ വരയ്ക്കാം. വി പിക്ക് പെർപെൻഡിക്കുലറായിട്ട് ഫസ്റ്റ് ഒരു ലൈൻ മാർക്ക് ചെയ്യാം. പിന്നെ അതിൽ നമുക്ക് ഈ ഒരു കംപ്ലീറ്റ് സോൾഡ് വരയ്ക്കണം. കെ വി സി വിസിബിൾ ആയിട്ടുള്ള രീതിയിൽ എടുക്കാം. അപ്പോൾ ബോഡി ഡയഗണൽ എന്ന് പറഞ്ഞാൽ പി സി ആണ്. പി സി പെർപെൻഡിക്കുലർ ടു വി പി ആയിരിക്കണം. പി സിയുടെ ലെങ്ത് എടുക്കുക. മാക്സിമം ടോപ്പിൽ നിന്ന് തന്നെ വരയ്ക്കാം. അപ്പോൾ പിയുടെ ഉണ്ടെങ്കിൽ പോയിന്റ്സ് ഒന്നും ഇല്ലാത്ത നമുക്ക് ടോപ്പിൽ നിന്ന് തന്നെ മാർക്ക് ചെയ്യാം. ഇതാണ് P2, ഇതാണ് C2. ഇത് വെച്ചിട്ട് ബാക്കി പോയിന്റ്സ് എല്ലാം ഫിക്സ് ചെയ്യണം. ഫസ്റ്റ് നമുക്ക് ബോക്സ് കംപ്ലീറ്റ് ചെയ്യാം. നമുക്ക് ഈ ഫിഗർ നേരെ ഇവിടേക്ക് വരയ്ക്കാം. ഓക്കെ, നമുക്ക് വേഗം വരയ്ക്കാം.
ഏകദേശം നമുക്ക് വേണ്ട പോയിന്റ്സ് ഒക്കെ ആയി. മേലെ ജോയിൻ ചെയ്യാം. നമ്മളെപ്പോഴും പറയാറുണ്ട് ഇംഗ്ലീഷ് വരയ്ക്കുന്ന സമയത്ത് സൈസോ ഷേപ്പോ മാറാൻ പാടില്ല എന്നുള്ളത്. ഓറിയൻറ്റേഷൻ മാത്രമേ ചേഞ്ച് ചെയ്യാൻ പാടുള്ളൂ. ആ രീതിയിലാണ് നമ്മൾ വരച്ചിരിക്കുന്നത്. സെയിം സൈസ് ഷേപ്പ് ഓറിയൻറ്റേഷൻ, അതായത് ഇങ്ങിരുന്ന സോളിനെ നമ്മൾ നേരെ റൊട്ടേറ്റ് ചെയ്ത് ഓറിയൻറ്റേഷൻ മാറ്റി ഈ ഒരു ഷേപ്പിലേക്ക്, ഷേപ്പല്ല ഈ ഒരു ഓറിയൻറ്റേഷനിലേക്ക് കൊണ്ടുപോകും. ഓക്കെ, അപ്പോൾ നമുക്ക് വേണ്ട കണ്ടീഷനൊക്കെ ആയി. ബോഡി ഡയഗണൽ പാരലൽ ടു HP ആയി, പെർപെൻഡിക്കുലർ ടു VP ആയി. അപ്പോൾ ഇനി നമുക്ക് വരയ്ക്കാനുള്ളത് ഇതിൻ്റെ ഫ്രണ്ട് വ്യൂയും കൂടെയാണ്. നേരെ ഇതിൻ്റെ ഫ്രണ്ട് എങ്ങനെയാണെന്ന് നോക്കാം. പോയിന്റ്സ് എല്ലാം നെയിം ചെയ്തു. ഓക്കെ, ഫൈൻ. ഓരോ പോയിന്റ്സ് മാർക്ക് ചെയ്യാം. R2 dash, P2 dash, A2 dash, C2 dash. ഇങ്ങനെ ഓരോ പോയിന്റ്സ് മാർക്ക് ചെയ്ത് പോവാം. B നമ്മൾ വരച്ചില്ല. ഓക്കെ, വേണ്ട പോയിന്റ്സ് ഒക്കെ ആയി. വിസിബിൾ ബേസ് ABCD ആണ്. ഇവിടെ നമുക്കത് ഡയറക്റ്റായിട്ട് തന്നെ വരയ്ക്കാം. വേണമെങ്കിൽ ഇവിടെ ആക്സിസ് കൂടെ ജസ്റ്റ് ഒന്ന് കാണിച്ചേക്ക്. ഇവിടം വരെയാണ് ആക്സിസ് വരിക. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത്രയും വരച്ചതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു ക്വസ്റ്റ്യൻ ചെയ്തിട്ട് ഐസോമെട്രിക് പ്രൊജക്ഷൻ അല്ലെങ്കിൽ ഐസോമെട്രിക് വ്യൂ എന്താണെന്ന് നോക്കാൻ വേണ്ടി ചെയ്യാമെന്നാണ് പറഞ്ഞത്. ഈ ഒരു ഫിഗർ, അതായത് നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യനിൽ വരുന്ന കേസിൽ ഈ ഒരു ഫ്രണ്ട് വ്യൂവിനെയാണ് നമ്മൾ ഐസോമെട്രിക് പ്രൊജക്ഷൻ എന്ന് പറയുക. ഫൈനൽ ഫ്രണ്ട് വ്യൂ, അതായത് ഫ്രണ്ട് വ്യൂ ഓഫ് എ ക്യൂബ് whose body diagonal is parallel to HP and perpendicular to VP. ഓക്കെ, അങ്ങനത്തെ കേസിലെ സോളിഡ് അല്ലെങ്കിൽ ക്യൂബിൻ്റെ ഫ്രണ്ട് വ്യൂ, ഇതിനെയാണ് നമ്മൾ ഐസോമെട്രിക് പ്രൊജക്ഷൻ എന്ന് പറയുക. ഇപ്പോൾ നമ്മൾ പറഞ്ഞ ഐസോമെട്രിക് പ്രൊജക്ഷൻ എന്താണെന്നാണ്. ഒരു ക്യൂബിൻ്റെ ഐസോമെട്രിക് പ്രൊജക്ഷൻ എന്ന് പറഞ്ഞാൽ നേരെ അതിൻ്റെ ബോഡി ഡയഗണൽ എടുക്കുക, അത് പാരലൽ ടു HP ആക്കുക, പെർപെൻഡിക്കുലർ ടു VP ആക്കുക, ദെൻ കിട്ടുന്ന എലവേഷൻ ആണ് ഐസോമെട്രിക് പ്രൊജക്ഷൻ. ഇതിൻ്റെ അകത്ത് നമുക്ക് 3 ഡയമെൻഷൻസും കാണിക്കാൻ പറ്റും. അതായത് ഹൈറ്റ്, ലെങ്ത്, വിഡ്ത്ത് എന്നുള്ള രീതിയിൽ. ഇത് ബേസിൻ്റെ 2 ഡയമെൻഷൻസ്, ക്യൂബാണ് അതിൻ്റെ സെയിം ആണ്. ബേസിൻ്റെ 2 ഡയമെൻഷൻ, ലെങ്ത്, വിഡ്ത്ത്, ദെൻ ഹൈറ്റ്, 3 ഡയമെൻഷൻസ്. അത് 3 ഡയമെൻഷൻസും കാണിക്കാൻ പറ്റുന്ന ഒരു റെപ്രസെൻറ്റേഷൻ ഐസോമെട്രിക് പ്രൊജക്ഷൻ അല്ലെങ്കിൽ ഐസോമെട്രിക് വ്യൂ. ഓക്കെ, അപ്പോൾ ഇതാണ് ഐസോമെട്രിക് പ്രൊജക്ഷൻ. അതായത് സോൾഡ് കിട്ടിയാൽ ക്യൂബിൻ്റെ കേസിൽ, ക്യൂബ് ആണെങ്കിൽ ക്യൂബിൻ്റെ ബോഡി ഡയഗണൽ പാരലൽ ടു HP ആക്കുക, പെർപെൻഡിക്കുലർ ടു VP ആക്കുക. ഇനി ഏതെങ്കിലും ഒരു സോളിഡിൻ്റെ ഐസോമെട്രിക് പ്രൊജക്ഷൻ വരയ്ക്കാൻ പറഞ്ഞാൽ നമ്മൾ വരയ്ക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സോളിഡിനെ ഫസ്റ്റ് നമ്മൾ ഇമാജിനറി ക്യൂബ് കൊണ്ട് സറൗണ്ട് ചെയ്യുന്നു. എന്നിട്ട് ആ ക്യൂബിൻ്റെ ബോഡി ഡയഗണൽ നമ്മൾ ഇതുപോലെ തന്നെ പാരലൽ ടു HP പെർപെൻഡിക്കുലർ ടു VP ആക്കി വരച്ചിട്ട് കിട്ടുന്ന ഫൈനൽ
എലവേഷനെയാണ് ഐസോമെട്രിക് പ്രൊജക്ഷൻ എന്ന് പറയുക. ഓക്കെ, അപ്പോൾ ഈ ഫിഗറാണ് ഐസോമെട്രിക് പ്രൊജക്ഷൻ. ദെൻ ഇതിൻ്റെ ഡയമെൻഷൻ വെച്ചിട്ടാണ് നമ്മൾ ഐസോമെട്രിക് പ്രൊജക്ഷൻ എങ്ങനെ വരയ്ക്കാം എന്നുള്ളത് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്. ഓക്കെ, ഫസ്റ്റ് നമുക്ക് നോക്കേണ്ട കാര്യം പ്രീവിയസ്ലി ഹൊറിസോണ്ടൽ ആയിട്ടുള്ള ലൈൻസിന് എന്ത് പറ്റിയെന്ന് നോക്കാം. അതായത് ഈ ഫിഗറിൽ, ബേസ് ഫിഗറിൽ ഹൊറിസോണ്ടൽ ആയിട്ടുള്ള ലൈൻസ് ഐസോമെട്രിക് പ്രൊജക്ഷനിൽ വന്നപ്പോൾ എങ്ങനെയാണെന്ന് നോക്കാം. ബേസ് ഫിഗറിൽ ഹൊറിസോണ്ടൽ ആയിട്ടുള്ള ലൈൻസ് എന്ന് പറഞ്ഞാൽ ഈ എ ബി ബി സി സി ഡി ഇതെല്ലാം ഹൊറിസോണ്ടൽ ലൈൻസ് ആണ്. ഡൗട്ട് ഉണ്ടെങ്കിൽ ജസ്റ്റ് ചിലപ്പോൾ അതൊരു ഡൗട്ട് കാണും. കാരണം ഇതാണ് ഒരു സോൾഡ് എങ്കിൽ എ ബി സി ഡി എന്ന് പറഞ്ഞാൽ ഈ ഒരു ബേസ് ആണ്, അല്ലെങ്കിൽ ഈ ഒരു ബേസ് ആണ് എ ബി സി ഡി. അപ്പോൾ ഇതെല്ലാം എന്ത് തന്നെയാണ്? ഹൊറിസോണ്ടൽ ലൈൻസ്, ഒന്നും വെർട്ടിക്കൽ ലൈൻസ് അല്ല. കാരണം ഒരു സോളിഡിൻ്റെ ഒരു സോളിഡ് എടുക്കുകയാണെങ്കിൽ ഈ ഒരു സോളിഡിൻ്റെ ബേസിൻ്റെ ലൈൻസാണ് ഇതെല്ലാം. അതായത് എച്ച് പിയിൽ റെസ്റ്റ് ചെയ്യണം. അപ്പോൾ ഈ ലൈൻസ് എന്ന് പറയുന്ന എല്ലാം ഹൊറിസോണ്ടൽ ലൈൻസ് ആണ്, ഒന്നും വെർട്ടിക്കൽ അല്ല. ഇവിടെ വെർട്ടിക്കൽ ആയിരുന്നു ഈ ലെങ്ത് മാത്രമേ ഉള്ളൂ, ഈ എഡ്ജസ് മാത്രമേ ഉള്ളൂ വെർട്ടിക്കൽ ലൈൻസ് വരിക, അല്ലെങ്കിൽ ആക്സിസ് മാത്രമാണ് വെർട്ടിക്കൽ ലൈൻസ് വരിക. ക്യൂബ് ആണെങ്കിൽ 4 സൈഡേ ഉള്ളൂ. ഓക്കെ, ദെൻ ഈ ലൈൻസ്, അതായത് എ ബി ബി സി സി ഡി എ ഡി എന്ന് പറയുന്ന ലൈൻസ് എല്ലാം ഹൊറിസോണ്ടൽ ലൈൻസ് ആണ്. ഇവിടെ അതിന് എന്ത് പറ്റും നോക്കാം. എ ബി എന്ന് പറഞ്ഞ ഈ ഒരു ലൈനാണ് എ ബി ബി സി സി ഡി ലൈൻസിനൊക്കെ എന്ത് പറ്റും നോക്കാം. അതിന് നമുക്ക്, അതായത് ഹൊറിസോണ്ടൽ ലൈൻസ് ആണ്, അതിൻ്റെ ആംഗിൾ നമുക്ക് മെഷർ ചെയ്യാം. ആംഗിൾ നമുക്ക് കിട്ടുന്നത് 30 ഡിഗ്രിയാണ് കിട്ടുക. ഓക്കെ, ഇപ്പോൾ നമ്മൾ കാൽക്കുലേറ്റ് മെഷർ ചെയ്ത് നോക്കുമ്പോൾ ഈ ആംഗിൾ നമുക്ക് വന്നത് 30 ഡിഗ്രിയാണ്. ഈ ആംഗിളും 30 ഡിഗ്രിയാണ് വന്നത്. അതുപോലെ ഈ ആംഗിളും 30 ഡിഗ്രിയാണ് വന്നത്. അതിനർത്ഥം ഹൊറിസോണ്ടൽ ലൈൻസ്, അതായത് ഇതെല്ലാം ഹൊറിസോണ്ടൽ ലൈനാണ്. ക്യു ആറും ആർ എസും എല്ലാം ഹൊറിസോണ്ടൽ ലൈനാണ്. അതുപോലെ ഇത് മെഷർ ചെയ്താലും ഇതെല്ലാം 30 ഡിഗ്രി ആയിരിക്കും. ഇത് 30 ഡിഗ്രിയാണ്, ഇതും 30 ഡിഗ്രിയാണ് വരിക. ഓക്കെ, അപ്പോൾ നമുക്ക് മനസ്സിലായ കാര്യം എന്ന് പറഞ്ഞാൽ ഹൊറിസോണ്ടൽ ലൈൻസ് എല്ലാം 30 ഡിഗ്രി ഇൻക്ലൈൻഡ് ആയി എന്നുള്ളതാണ്. ഇപ്പോൾ നമുക്ക് ക്ലിയർ ആകും, 30 ഡിഗ്രിയാണ് ആംഗിൾ കിട്ടുന്നത്. ഓക്കെ, അപ്പം ഹൊറിസോണ്ടൽ ലൈൻസ് ഫസ്റ്റ് കണ്ടീഷൻ, അതായത് ഐസോമെട്രിക് പ്രൊജക്ഷൻ വരയ്ക്കാനുള്ള ഫസ്റ്റ് കണ്ടീഷൻ എന്ന് പറയുന്നത് ഇപ്പോൾ നമുക്ക് മനസ്സിലായി. ഹൊറിസോണ്ടൽ ലൈൻസ് 30 ഡിഗ്രി ഇൻക്ലൈൻഡ്. ഞാൻ പറഞ്ഞ നേരത്തെ വീഡിയോസിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഹൊറിസോണ്ടൽ ലൈൻസ് 30 ഡിഗ്രി ഇൻക്ലൈൻഡ് ആയി. ആകെ 3 കണ്ടീഷനേ ഉള്ളൂ ഐസോമെട്രിക് പ്രൊജക്ഷൻ വരയ്ക്കുക. അത്രയും പഠിച്ചു കഴിഞ്ഞാൽ ഈ ഒരു മൊഡ്യൂൾ കഴിഞ്ഞു. ഹൊറിസോണ്ടൽ ലൈൻസിനെല്ലാം 30 ഡിഗ്രി ഇൻക്ലൈൻഡ് ആക്കണം. ദെൻ നമുക്ക് വേണ്ട വെർട്ടിക്കൽ ലൈൻസ്. ഇപ്പം എ പി ബി ക്യു സി ആർ അതെല്ലാം വെർട്ടിക്കൽ ലൈൻസ് ആണ്. ഇതൊക്കെ എങ്ങനെ നോക്കാം. എ പി വെർട്ടിക്കലായിട്ട് തന്നെയാണ്. എ പി സി ആർ ഡി എസ് ആ ലൈൻസ് എല്ലാം വെർട്ടിക്കലാണ്. അത് ഇവിടെ വെർട്ടിക്കലായിട്ടുള്ള ലൈൻസ് എല്ലാം ഐസോമെട്രിക് പ്രൊജക്ഷൻ വന്നപ്പോഴും വെർട്ടിക്കലാണ്. അപ്പോൾ അടുത്ത കണ്ടീഷൻ നമുക്ക് കിട്ടി, വെർട്ടിക്കൽ ലൈൻസ് ചേഞ്ച് ചെയ്യുന്നില്ല, വെർട്ടിക്കലായിട്ട് തന്നെ റിമെയിൻ ചെയ്യുന്നുള്ളൂ. ഓക്കെ, ഇപ്പം 2 കണ്ടീഷനായി. ഹൊറിസോണ്ടൽ ലൈൻസ് 30 ഡിഗ്രി ഇൻക്ലൈൻഡ് ആയി, വെർട്ടിക്കൽ ലൈൻസ് വെർട്ടിക്കലായിട്ട് തന്നെ റിമെയിൻ ചെയ്തു. ദെൻ ഉള്ളത് ഇതിൻ്റെയൊക്കെ ലെങ്ത് നോക്കണം. അതായത് ഇവിടുത്തെ ഇതിൻ്റെ ലെങ്ത് എന്ന് പറഞ്ഞാൽ 30 mm ആണ്. അതുകൂടെ കഴിഞ്ഞാൽ ഐസോമെട്രിക് പ്രൊജക്ഷൻ എങ്ങനെ വരയ്ക്കാൻ നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. 30 mm ആണ്. ഇവിടെ വരുമ്പോഴത്തേക്ക് അത് 24 അറൗണ്ട് 24 ഓക്കെ, അറൗണ്ട് അതൊരു 24 പോയിന്റ് സംതിങ് എന്നുള്ള രീതിയിൽ വരും. ഓക്കെ, 24 ആക്യുറേറ്റ്ലി പറഞ്ഞാൽ 24.48 സംതിങ് ആണ് വരേണ്ടത്. അതായത് ലെങ്ത് എല്ലാം ട്രൂ ലെങ്തിൽ നിന്ന് മാറിയിട്ട്, ട്രൂ ലെങ്ത് 30 ആയിരുന്നു, 30 നിന്ന് മാറി 24 സം വാല്യൂ 24.4 വല്ല നോക്കാം. അറൗണ്ട് ആ റേഞ്ചിലാണ് വന്നത്. 30 നിന്ന് ചേഞ്ച് ചെയ്തു 24.4 ആയി. അപ്പോൾ നമുക്ക് ആ റേഷ്യോ നോക്കാം. അതായത് 24.4 ഡിവൈഡ് ബൈ 30 എത്ര കിട്ടുന്നുണ്ടെന്ന് നോക്കാം. ഈ വാല്യൂ നമ്മൾ നോക്കിയപ്പോൾ നമുക്ക് കിട്ടുന്നത് 0.813 ഒക്കെയാണ്. കറക്റ്റ് ഈ ഒരു വാല്യൂ വരേണ്ടതെന്ന് പറഞ്ഞാൽ 0.816 ആണ് വേണ്ടത്. നമ്മൾ ചെറിയ ആക്യുറസിയുടെ പ്രശ്നം കാരണമാണ് വേരിയേഷൻ സംഭവിച്ചത്. ഇപ്പോൾ ഈ ഒരു റേഷ്യോ 0.816 വേണ്ടത്. അപ്പോൾ നമുക്ക് ഐസോമെട്രിക് പ്രൊജക്ഷന് 3 കണ്ടീഷനാണുള്ളത്.
ഫസ്റ്റ് ഹൊറിസോണ്ടൽ ലൈൻസ് എല്ലാം 30 ഡിഗ്രി ഇൻക്ലൈൻഡ് ആക്കുക, വെർട്ടിക്കൽ ലൈൻസ് വെർട്ടിക്കലായിട്ട് കീപ്പ് ചെയ്യുക. ദെൻ ട്രൂ ലെങ്ത്, ഒറിജിനൽ ലെങ്ത് ചേഞ്ച് ചെയ്തിട്ട് 0.816 ടൈംസ് ട്രൂ ലെങ്ത് എന്നുള്ള രീതിയിൽ ട്രൂ ലെങ്ത് ചേഞ്ച് ചെയ്യുക. അപ്പോൾ ഇത്രയുമാണ് ഐസോമെട്രിക് പ്രൊജക്ഷൻ്റെ കണ്ടീഷൻ. ആകെ ഈ മൊഡ്യൂളിൽ ഐസോമെട്രിക് പ്രൊജക്ഷൻ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ പഠിക്കാൻ. ഓക്കെ, അപ്പോൾ ഐസോമെട്രിക് പ്രൊജക്ഷൻ ഹൊറിസോണ്ടൽ ലൈൻസ് 30 ഡിഗ്രി ഇൻക്ലൈൻഡ് ആക്കണം, വെർട്ടിക്കൽ ലൈൻസ് വെർട്ടിക്കലായിട്ട് കീപ്പ് ചെയ്യണം, ട്രൂ ലെങ്ത് ചേഞ്ച് ചെയ്ത് റെഡ്യൂസ് ചെയ്യുക. 0.816 ട്രൂ ലെങ്തിലേക്ക് റെഡ്യൂസ് ചെയ്ത് വരയ്ക്കണം. ഇനി ഐസോമെട്രിക് വ്യൂ, നമ്മൾ പറഞ്ഞ ഐസോമെട്രിക് വ്യൂവും ഐസോമെട്രിക് പ്രൊജക്ഷൻ ആണുള്ളതെന്ന് പറഞ്ഞു. അല്ല, ഐസോമെട്രിക് പ്രൊജക്ഷൻ ആണ് നമ്മൾ പറഞ്ഞു. ഐസോമെട്രിക് വ്യൂ എന്ന് പറയാനൊന്നുമില്ല, ബാക്കി രണ്ട് കണ്ടീഷനും സെയിം ആണ്. ഹൊറിസോണ്ടൽ ലൈൻസിന് 30 ഡിഗ്രി ഇൻക്ലൈൻഡ് ആക്കുകയും വേണം, വെർട്ടിക്കലായിട്ട് വരയ്ക്കുകയും വേണം. ഈ തേർഡ് കണ്ടീഷൻ നമുക്ക് ആവശ്യമില്ല. ട്രൂ ലെങ്തിനെ ചേഞ്ച് ചെയ്യേണ്ട, ഒറിജിനലി ട്രൂ ലെങ്തിൽ തന്നെ വരച്ചാൽ, അതായത് ഈ ഒരു ഫിഗർ ഈ ലെങ്ത് അല്ല, ഇപ്പോൾ 24.5 എന്നുള്ള 24.48 റേഞ്ചിലാണ് ആൻസർ വരേണ്ടത്. ഓക്കെ, ഇപ്പോൾ 24.5 എന്നുള്ള ലെങ്തിന് പകരം 30 mm ടോട്ടൽ ലെങ്ത് എടുത്ത് ഈ ലൈൻസ് എല്ലാം മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിനെയാണ് ഐസോമെട്രിക് വ്യൂ എന്ന് പറയുക. ഇപ്പോൾ ഈ മൊഡ്യൂളിൽ രണ്ട് കാര്യങ്ങളുള്ള ഐസോമെട്രിക് പ്രൊജക്ഷനും ഐസോമെട്രിക് വ്യൂ. ഈ ക്വസ്റ്റ്യനിൽ കാര്യം വെക്കേണ്ട, നമ്മൾ ഈ 3 പോയിന്റ്സിലേക്ക് എത്താൻ വേണ്ടി ഒരു ക്വസ്റ്റ്യൻ പറഞ്ഞു എന്നേ ഉള്ളൂ. അതായത് ഏതൊരു സോളിഡ് കിട്ടിയാലും ആ സോളിഡിനെ നമ്മൾ ക്യൂബിൽ പ്ലേസ് ചെയ്യുക, ആ ക്യൂബിന് നമ്മൾ ബോഡി ഡയഗ്രം പാരലൽ ടു എച്ച് പെർപെൻഡിക്കുലർ ടു വി പി ആക്കി വരയ്ക്കുന്ന ഫിഗറാണ് ഐസോമെട്രിക് പ്രൊജക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്തത്. അപ്പോൾ നമുക്ക് വേണ്ട കണ്ടീഷൻസ് 3 കിട്ടി. ഹൊറിസോണ്ടൽ ലൈൻസ് ഐസോമെട്രിക് പ്രൊജക്ഷൻ അല്ലെങ്കിൽ ഐസോമെട്രിക് വ്യൂ വരുമ്പോൾ 30 ഡിഗ്രി ഇൻക്ലൈൻഡ് ആവും, വെർട്ടിക്കൽ ലൈൻസ് വെർട്ടിക്കലായിട്ട് തന്നെ വരയ്ക്കണം. ദെൻ ഐസോമെട്രിക് പ്രൊജക്ഷൻ ആണെങ്കിൽ ലെങ്ത് റെഡ്യൂസ് ചെയ്ത് 0.816 ട്രൂ ലെങ്ത് ആക്കണം. ഐസോമെട്രിക് വ്യൂ ആണെങ്കിൽ ലെങ്ത് റെഡ്യൂസ് ചെയ്യേണ്ട, ട്രൂ ലെങ്തിൽ തന്നെ ബാക്കി രണ്ട് കണ്ടീഷൻ വെച്ചിട്ട് വരയ്ക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോ നമുക്ക് ഇതിൻ്റെ പ്രോബ്ലംസ് ഡിസ്കസ് ചെയ്യാം. പ്രോബ്ലം ഇത്ര ഡിഫിക്കൽട്ട് അല്ല, ഇത് കാണുമ്പോൾ ചിലപ്പോൾ ഒരു കൺഫ്യൂഷൻ ഉണ്ടാകും. പക്ഷേ ഇതൊന്നും നമുക്ക് പ്രോബ്ലം ചെയ്യുന്ന കേസിൽ ആവശ്യമില്ല. ജസ്റ്റ് ഈ 3 കണ്ടീഷൻ മാത്രം ഓർത്ത് കഴിഞ്ഞാൽ, അതുപോലെ ഐസോമെട്രിക് പ്രൊജക്ഷൻ ഐസോമെട്രിക് വ്യൂവും കൂടെ ഓർത്ത് കഴിഞ്ഞാൽ ഏത് പ്രോബ്ലം വന്നാലും നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. ഓക്കെ, നമ്മൾ ഈ പറഞ്ഞ എല്ലാം സോളിഡ്സ് ഏതൊക്കെയാണ് ഇതുവരെ നോക്കിയിട്ടുള്ള പ്രിസം, പിരമിഡ്, സിലിണ്ടർ, കോൺ, ഈ കോൺസിന് ഈ സോളിഡ്സിനെല്ലാം ആപ്ലിക്കബിൾ ആണ്. ദെൻ നമുക്കൊരു സ്പിയറിൻ്റെ ഒരു കേസ് കൂടെ പഠിക്കാനുണ്ട്. നമുക്ക് കുറച്ച് കഴിയുമ്പോൾ നോക്കാം, സ്പിയറിൻ്റെ സ്പെഷ്യൽ കേസ് കൂടെ നോക്കാനുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും കണ്ടീഷൻ നോക്കി കഴിഞ്ഞാൽ ഈ ഒരു മൊഡ്യൂൾ ഏകദേശം കംപ്ലീറ്റ് ആവും. നമുക്കിനി ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പം കുറച്ചുകൂടെ ക്ലിയർ ആവും, ഇതൊക്കെ എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്നുള്ളത് എന്തായാലും ക്ലിയർ ആവും. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ മെസ്സേജ് ഇടുക. താങ്ക് യു.